Hi students, welcome to the Smart Commerce Channel classes. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പരമാവധി ഷെയർ ചെയ്യണം, നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം. ക്ലാസ്സുകൾ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കോസ്റ്റ് അക്കൗണ്ടിംഗ് യൂണിറ്റ് 1-ലെ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന മൊഡ്യൂൾ 1 ആണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Objectives or functions of cost accounting വരെയാണ് നാം പഠിച്ചു കഴിഞ്ഞത്. The next topic is cost concepts. Here we discuss certain concepts in cost accounting. That is the meanings of certain terms in cost accounting. The first concept or term there is cost unit. Cost unit is a unit or quantity which is taken as the basis for ascertaining and expressing the cost. It is also known as a cost base. Examples of cost units are a kilogram, a ton, a liter, etc. Now cost unit may be either simple cost unit or composite cost unit. A simple cost unit is a cost unit expressed in a single base, such as per kilogram, per ton, per liter, etc. A composite or compound cost unit is a combination of two simple units, for example, ton kilometer, passenger kilometer, etc. കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനും വ്യക്തമാക്കുന്നതിനുമുള്ള അടിസ്ഥാനമായി സ്വീകരിക്കുന്ന ഒരു യൂണിറ്റിനാണ് അല്ലെങ്കിൽ അളവിനാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കിലോഗ്രാമിന്റെ കോസ്റ്റ്, ഒരു ടണ്ണിന്റെ കോസ്റ്റ്, ഒരു ലിറ്ററിന്റെ കോസ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് കോസ്റ്റ് കണ്ടുപിടിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇനി കോസ്റ്റ് യൂണിറ്റ് ഒന്നുകിൽ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആകാം, അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ആകാം. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റിൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനും വ്യക്തമാക്കുന്നതിനും വേണ്ടി ഒരു സിംഗിൾ ബേസ് മാത്രമാണ് എടുക്കുക. ഉദാഹരണം നേരത്തെ പറഞ്ഞത് തന്നെ ഒരു കിലോഗ്രാമിന്റെ അല്ലെങ്കിൽ ഒരു ടണ്ണിന്റെ അല്ലെങ്കിൽ ഒരു ലിറ്ററിന്റെ കോസ്റ്റ്. ഇനി കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സിമ്പിൾ യൂണിറ്റുകളുടെ ഒരു കോമ്പിനേഷൻ ആണ്. ഉദാഹരണത്തിന് ഒരു ടൺ സാധനം ഒരു കിലോമീറ്റർ ദൂരം കൊണ്ടുപോകുന്നതിന് വേണ്ടിയാവുന്ന കോസ്റ്റ്, ഒരു യാത്രക്കാരന് ഒരു കിലോമീറ്റർ ദൂരം യാത്രാ സൗകര്യം നൽകുന്നതിന് വേണ്ടിയാവുന്ന കോസ്റ്റ്. Now next is cost center. Cost center is a section or department in an organization taken for ascertaining and expressing the cost. In other words, when a section or department in an organization is taken as the basis for ascertaining and expressing the cost, then it is called a cost center. കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനും വ്യക്തമാക്കുന്നതിനും വേണ്ടി എടുത്തിട്ടുള്ള ഒരു സ്ഥാപനത്തിലെ ഒരു സെക്ഷനാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനാണ് ഒരു കോസ്റ്റ് സെന്റർ എന്ന് വിളിക്കുന്നത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനും വ്യക്തമാക്കുന്നതിനുമുള്ള അടിസ്ഥാനമായി ഒരു സ്ഥാപനത്തിലെ ഒരു സെക്ഷനോ ഒരു ഡിപ്പാർട്ട്മെന്റോ എടുക്കുമ്പോൾ ആ സെക്ഷനെയാണ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനെയാണ് ഒരു കോസ്റ്റ് സെന്റർ എന്ന് വിളിക്കുന്നത്. Now next is profit center. Profit center is a center taken for the ascertainment of profit. In other words, when a section or department in the organization is taken as the basis for ascertaining the profit, means that the basis for ascertaining the cost as well as the revenue and thereby to ascertain the profit, then it is called a profit center. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള അടിസ്ഥാനമായി സ്ഥാപനത്തിലെ ഒരു സെക്ഷനെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ എടുക്കുമ്പോൾ അതിനെയാണ് ഒരു പ്രോഫിറ്റ് സെന്റർ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് മാത്രമല്ല, കോസ്റ്റും റവന്യൂവും കണ്ടുപിടിക്കുകയും അതിലൂടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നതിനുള്ള അടിസ്ഥാനമായി സ്ഥാപനത്തിലെ ഒരു സെക്ഷനെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ എടുക്കുമ്പോൾ അതിനെ ഒരു പ്രോഫിറ്റ് സെന്റർ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ഈസ് responsibility center. The organization may be divided into different sections or departments. Each of such sections or departments may be headed by a manager, and each of such section or department may be given the responsibility of
cost and cost control of that department or section concerned. Such a section or department with the responsibility of the cost and cost control is called the responsibility center. സ്ഥാപനത്തെ പല ഡിപ്പാർട്ട്മെന്റുകളായി അല്ലെങ്കിൽ സെക്ഷൻസ് ആയി വിഭജിക്കാം. ഓരോ ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഓരോ സെക്ഷനും ഓരോ മാനേജർമാരുടെ ചുമതലയിൽ ഏൽപ്പിക്കാം. ആ സെക്ഷന്റെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റിന്റെയും കോസ്റ്റ് കൺട്രോളിന്റെയും ഉത്തരവാദിത്വം ആ ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ ആ സെക്ഷന് തന്നെ ആയിരിക്കും. ഇത്തരത്തിൽ കോസ്റ്റിന്റെയും കോസ്റ്റ് കൺട്രോളിന്റെയും ഉത്തരവാദിത്വത്തോട് കൂടിയ ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് അല്ലെങ്കിൽ സെക്ഷൻസിനാണ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.